ഗൈസ്, എൻ്റെ പൊന്നാങ്ങാണി ചീര കണ്ട, ഗ്രോ ബാഗ് നിറയെ പൊന്നാങ്ങാണി ചീര. എനിക്കിത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം കിട്ടിയതാണ് ഈ പൊന്നാങ്ങാണി. എനിക്ക് ചർച്ചിലെ ആരാധനക്ക് വന്നൊരു ചേച്ചി 2-3 തന്നതാണ്. പെട്ടെന്ന് ഇതങ്ങോട്ട് പടർന്ന് പിടിച്ച് മുറ്റം നിറച്ച് പൊന്നാങ്ങാണി ചീരയായിരുന്നു. പക്ഷെ വെയിൽ വന്നപ്പോൾ എല്ലാം ഉണങ്ങി കരിഞ്ഞു പോയി. പക്ഷെ ഞാനതിൽ നിന്ന് 2-3 നല്ലത് നോക്കി ഗ്രോ ബാഗിൽ അവിടെ ഇവിടെയൊക്കെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ വേറെയും പൊന്നാങ്ങണ്ണിയുണ്ട്, കണ്ട, ഇതും പൊന്നാങ്ങണ്ണിയാണ്. ഗ്രോ ബാഗിലേക്ക് ഇങ്ങനെ നട്ട് വെച്ച് കാരണം എനിക്കിപ്പോൾ ആവശ്യത്തിന് ഒരു കറിക്കുള്ള പൊന്നാങ്ങണ്ണി ചീര ഉണ്ട്. വേറെ ഗ്രോ ബാഗിൽ ഇതേ കണ്ട, ഇതേ ഈ ചട്ടിയിൽ ഞാൻ പൊന്നാങ്ങണ്ണി നട്ട് വെച്ചേക്കണാണ്. അപ്പം ഞാനിന്ന് പൊന്നാങ്കണ്ണിയും ചെറുപയറും കൂടി കറി വെക്കാമെന്ന് വിചാരിക്കണം. ഇത്തിരി തേങ്ങയൊക്കെ ഒതുക്കി ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് പൊന്നാങ്കണ്ണി ചീര കറി വെക്കാമെന്ന് വിചാരിക്കണം. അപ്പം ഞാൻ കുറച്ച് പൊന്നാങ്കണ്ണി പറിച്ചെടുക്കട്ടെ കേട്ടോ. കറി വെച്ചത് കാണിച്ചു തരാം. ഓക്കെ, ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബായ് ഗൈസ്. പൊന്നാങ്കണ്ണിയും പയറും കറി വെച്ചതാണിത്. പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല ഞാനിത്. പയർ വെന്ത് വേവിച്ചിട്ട് അതിലേക്ക് പൊന്നാങ്കണ്ണിയും ചീര അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് എല്ലാ സാധനവും അതിലേക്ക് തന്നെ ഇട്ട്, ചീര ഇട്ടപ്പോൾ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ചതച്ച്, പിന്നെ കുരുമുളക് പൊടി ഒരൽപ്പം ഇട്ട്, ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച്, കൊപ്പറാട്ടിയ വെളിച്ചെണ്ണേൻ്റെ കയ്യിലുണ്ട്, ഒറിജിനൽ വെളിച്ചെണ്ണ, അത് കുറച്ച് ഇറക്കിയപ്പോൾ വെന്ത് കഴിഞ്ഞ് കറി ഇറക്കി കഴിഞ്ഞപ്പോൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്ത് പൊന്നാങ്കണ്ണിയും പയറും. ഇതാണ് എൻ്റെ കറി. നല്ല കറിയാണ് ഗൈസ്, സൂപ്പർ ടേസ്റ്റാണ് പൊന്നാങ്കണ്ണിയും പയറും. വെളുത്തുള്ളിയൊക്കെ ഇത്തിരി ചതച്ചിട്ട് സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു.